ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റമദാൻ ക്ലീനിങ്ങിൻ്റെ ഒരു വ്ളോഗാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇതിനെ നനച്ചുകുളി എന്നൊക്കെ പറയും. റമദാനോടനുബന്ധിച്ച് എല്ലാ വീടുകളിലും ഇതുപോലെയുള്ള ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ നോർമലി ചെയ്യാറുള്ള ക്ലീനിങ് അല്ല ഇത്തവണ ഞാൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് മുന്നെയാണ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ തന്നെയാണ് വീട്ടിൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യുക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ടൈം കിട്ടിയിട്ടില്ല. അപ്പം റമദാനൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലീനിങ് ബാക്കിയുണ്ട്. നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുള്ള ക്ലീനിങ് മോളുടെ ബർത്ത്ഡേ കുറച്ച് മുന്നേ നമ്മുടെ കസിൻസൊക്കെ വന്നപ്പം എല്ലാവരും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ക്ലീനിങ് ബാക്കിയുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് പാർട്ടായിട്ട് കിച്ചണിൻ്റെ വേറൊരു പാർട്ടായിട്ടും ഹാള് റൂംസൊക്കെ ഒന്നായിട്ടാണ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഒത്തിരി ലെങ്ത്തായി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 2 റൂംസ് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഒരുവിധം മാറോലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഈ പൊടി പിടിക്കുന്നതിന് മാറാല എന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേ നീറ്റാക്കിയപ്പം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഡസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഈ ടൈലിലുള്ള ഈ ഒരു പെയിൻറ്റിൻ്റെ മാർക്ക് നമുക്ക് കളയാനുള്ളതാണ്. അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ ഫാന് നമ്മൾ വാങ്ങിയിട്ടൊരു 2-3 മാസമായി. അപ്പം ഇതുവരെ ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ജനലിൻ്റെ അവിടെയാണ് കേട്ടോ. ജനലിൻ്റെ അവിടെ ഒത്തിരി ഒന്നും പൊടിയില്ല. കുറച്ച് മുന്നേ ക്ലീൻ ആക്കിയതുകൊണ്ട്. പിന്നെ പെയിൻറ്റിംഗ് ഒക്കെ നമ്മൾ ജനലിൻ്റെ അവിടെയൊക്കെ പുതിയതായിട്ട് ചെയ്തതാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു ഹോം ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോം ടൂർ കണ്ടാൽ അറിയാം വീട്ടിൽ പെയിൻറ്റ് അടിച്ചതിൻ്റെ ഒരു ചേഞ്ചിങ്. പിന്നെ പെയിൻറ്റ് അടിക്കുന്ന വീഡിയോസും ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മുകളിൽ തൊട്ടിയൊക്കെ ഒന്ന് അഴിച്ച് വെക്കുകയാണ് കഴുകാൻ വേണ്ടിയിട്ട്. ആ നെറ്റൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് വെക്കുകയാണ്. അതുപോലെ റൂമിലുള്ള ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഉണ്ടായിരുന്ന തുണി ഇട്ട് വയ്ക്കുന്ന ബാസ്ക്കറ്റാണ് അത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനലിൻ്റെ അവിടെ ഉള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചൂല് യൂസ് ചെയ്ത് തട്ടണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഈ ഒരു ചൂല്. അപ്പോൾ അതാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ബൾബ് ഹോൾഡറിൻ്റെ അവിടെ പെയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ അപ്പം നമ്മളത് പ്രൊഫഷണലൊന്നും അല്ലാത്ത കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കുകയാണ്. ഈ റൂമിലത്തെ ഞാൻ അങ്ങനെ നീറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കട്ടിലിൻ്റെ അവിടെയൊക്കെ നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ടിലിൻ്റെ ചുവട്ടിൽ വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഞാനൊന്ന് കബോർഡ് തുറന്ന് നോക്കിയത്. അപ്പോഴാണ് ദിവസം ഞാൻ ഞെട്ടിയത്. ആകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു കബോർഡ്. കാരണം മക്കളുടെ ഡ്രസ്സാണ് കൂടുതലും അത് വെച്ചിട്ടുള്ളത്, മോൻ്റെയും മോളുടെയും. അപ്പോൾ മോൻ ഒറ്റയ്ക്കാണ് ഡ്രസ്സൊക്കെ മാറുക. ഇപ്പോൾ അവന് 7 ആവാറായി, 7 വയസ്സാവാറായി. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഞാൻ അവനെ കൊണ്ട് തന്നെയാണ് ഇടിക്കാറ്. അപ്പോൾ അത് അവൻ വലിച്ചിട്ടിട്ട് എല്ലാതും ആകെ അലങ്കോലമായി കിടക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നാകെ കബോർഡ് ഫുള്ള് വലിച്ചിട്ടിട്ട് നീറ്റാക്കാൻ വേണ്ടി നിന്നു. എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുകയാണല്ലോ. അപ്പോൾ കബോർഡും കൂടെ നീറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് മോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അവൾക്ക് ഉറങ്ങാനുള്ളൊരു സമയമായിട്ട് അങ്ങനെ ഒരു വാശി പിടിച്ച് അങ്ങനെ എൻ്റെ കൂടെ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കബോർഡിൻ്റെ വൃത്തിയാക്കലും കൂടെ കഴിഞ്ഞിട്ട് അവളെ ഉറക്കാമെന്ന് വിചാരിച്ചു. അമ്മു എന്ത് ചെയ്യാ? മോളിപ്പോൾ പിടിച്ചൊക്കെ നടക്കാൻ തുടങ്ങി. പിടിക്കാതെ നടക്കാൻ ആൾക്ക് ധൈര്യമില്ല, പക്ഷെ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾ അതിനെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഇതിനൊക്കെ നിന്നത്. അപ്പോൾ ഷെൽഫ് ഒരുവിധം ഒതുക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെയും മക്കളുടെയും വീട്ടിലിടുന്ന ഡ്രസ്സും നമ്മുടെ പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ഷെൽഫിലുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ആ ഷെൽഫിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തുടച്ചു കൊടുക്കുന്നത് നമ്മൾ നിലമൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ലൈസോൾ പോലത്തെ വേറൊരു സംഭവം വെച്ചിട്ടാണ്. ഉമ്മ എവിടുന്നോ വാങ്ങിയതാണ്, എവിടുന്നാന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല സ്മെല്ലാണത്. അപ്പോൾ അത് കലക്കിയിട്ടാണ് കേട്ടോ നമ്മൾ തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കബോർഡിൻ്റെ പുറത്ത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പെയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്നും അന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇനി കട്ടിലിൻ്റെ അടിയിലാണ് ക്ലീൻ ചെയ്യുന്നത്. കട്ടിലിൻ്റെ അടിയിൽ നന്നായിട്ട് പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. 1-2 മാസം മുമ്പാണ് നമ്മൾ ഈ റൂമൊക്കെ പെയിൻറ്റ് ചെയ്തത്. പക്ഷെ നന്നായിട്ട് പൊടിയുണ്ടായിരുന്നു.
പൊടിയല്ലാതെ കിടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ എൻ്റെ മോളും മോനും കൊടുന്നിടുന്നതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കട്ടിൻ്റെ അടിക്ക് കൊടുന്നിടും. പിന്നെ നമ്മൾ ഡെയിലി കട്ടിൻ്റെ അടിയിൽ തുടയ്ക്കാത്തത് കൊണ്ട് അങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് നീറ്റാക്കി. കട്ടിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞു ബെഡും പിന്നെ മോളുടെ ബാത്ത് ടബുമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മോളേനും ഉമ്മാനത്ത് കൊണ്ടു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അലർജി ആയിട്ട് എന്തെങ്കിലും പൊടി തട്ടിയിട്ട് ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം ബാത്റൂമിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ചും ഉണ്ട് അവിടെ, അതിലും ചെറുതായിട്ടൊക്കെ പെയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാണ്. അപ്പോഴാണ് ഞാൻ ചുമരുമ്പോൾ വെറുതെ ഒന്ന് തുടച്ച് നോക്കിയത് തുണിയായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ കട്ടിൽ ചേർത്തിയിട്ടിട്ട് ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ഈ കാലൊക്കെ തട്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് തുടച്ച് നോക്കിയതാണ്. അപ്പോൾ നീറ്റാവുന്നുണ്ട്, നന്നായിട്ട് നീറ്റാവുന്നുണ്ട് നമ്മൾ ഈ തുണി വെച്ച് തുടയ്ക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കട്ടിലിൻ്റെ അപ്പുറത്തെ സൈഡത്തെ നിലവും നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെ കൂടാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. തിരുമ്പാണെങ്കിലും തുടയ്ക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അവൻ്റെ കൂടെ കൂടും. അപ്പോൾ ചില സമയത്ത് വികൃതി കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞയക്കാറുണ്ട്. മിക്ക സമയത്ത് ഇങ്ങനെ കൂടെ ഇരുത്താറുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. കാരണം എന്നാലാണ് നമ്മുടെ പണി നടക്കുകയുള്ളൂ. അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് റൂമിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിലത്ത് കുറച്ച് പെയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പെയിൻറ്റ് കളയുന്ന ഒരു സംഭവമാണിത്. ഇതിനെന്താ